No, what is my role? Why you are asking this question to me? Go and ask the police commissioner. You are not interested. Sir, Please listen to me now. You have asked the question. They are frustrated. They are frustrated. നമസ്കാരം. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് സംസ്കൃത ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരിപാടിയിൽ ബഹുമാനപ്പെട്ട ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പങ്കെടുക്കുകയാണ്. ഈ പരിപാടിയിൽ ഗവർണർ പങ്കെടുക്കുന്ന ഈ സാഹചര്യത്തിൽ സെമിനാർ ഹാളിലേക്ക് ഇടിച്ചു കയറാൻ SFI പ്രവർത്തകർ ശ്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിനെ തുടർന്ന് പോലീസ് വൻ സന്നാഹമാണ് ഈ യൂണിവേഴ്സിറ്റി ഗേറ്റിന് മുൻവശത്ത് ഏർപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഈ ഗേറ്റ് തള്ളി തുറക്കുകയും തുടർന്ന് ഈ പോലീസ് പ്രതിരോധം തീർത്തത് മറികടന്നുകൊണ്ട് യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തേക്ക് SFI പ്രവർത്തകർ ഇരച്ചു കയറുകയും ചെയ്തു. എന്നാൽ നമ്മളേവരും ഉറ്റുനോക്കിയിരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഗവർണർ ഈ സെമിനാറിൽ പങ്കെടുക്കുന്നു. എന്നാൽ ഈ സെമിനാർ ഹാളിൽ SFI പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുമോ, അത്തരത്തിൽ പ്രതിഷേധം നടത്തുമോ എന്നുള്ള ഒരു സംശയമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അത്തരത്തിലുള്ള ഒരു പ്രതിഷേധങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. എന്തായാലും പോലീസിൻ്റെ ഒരു പ്രതിരോധ വലയം ഭേദിച്ചുകൊണ്ട് SFI പ്രവർത്തകർ ഈ ആസ്ഥാനത്തേക്ക് ഇരച്ചു കയറുകയും വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തുകയും പിന്നീട് മടങ്ങിപ്പോവുകയും ചെയ്തു. എന്തായാലും ഈ സെമിനാർ ഹാളിൻ്റെ എല്ലാ വാതിലുകളും അടച്ചുകൊണ്ടുള്ള ഒരു പ്രതിരോധം തന്നെയായിരുന്നു പോലീസ് ഏർപ്പെടുത്തിയിരുന്നത്. അതായത് വൻ സുരക്ഷയാണ് ഗവർണർ ഈ സെമിനാറിൽ പങ്കെടുക്കുന്നതിനെ തുടർന്ന് പോലീസ് ഏർപ്പെടുത്തിയിരുന്നത്. അതിനുശേഷം SFI പ്രവർത്തകർ ഈ സെമിനാർ നടക്കുന്ന ഈ ഒരു സമയത്തും ഗവർണർ ഈ സംസ്കൃത ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെമിനാർ നടക്കുന്ന ഈ വേളയിലും ഈ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിന് പുറത്ത് SFI പ്രവർത്തകർ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇതിനുശേഷം ഈ സെമിനാർ കഴിഞ്ഞതിന് ശേഷം ഗവർണർ പുറത്തേക്ക് വരികയും പിന്നീട് അദ്ദേഹം വൻ സുരക്ഷയിൽ രാജ്ഭവനിലേക്ക് മടങ്ങുന്ന വഴി പകുതി വഴിക്ക്, അതായത് യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിൻ്റെ പരിസരത്ത് തന്നെ അദ്ദേഹം ഇറങ്ങുകയും അതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു. എന്തിനാണ് ഇത്തരത്തിൽ വലിയൊരു സന്നാഹം ഒരുക്കിയിരിക്കുന്നത് എന്ന് ഗവർണറോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു എങ്കിലും അദ്ദേഹം വ്യക്തമായ മറുപടി നൽകിയില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തുകൊണ്ടാണ്, അതായത് ഈ SFI പ്രവർത്തകർ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തി, അപ്പോൾ എന്തുകൊണ്ടാണ് SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാത്തത് എന്ന് ഗവർണറോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി നൽകിയത് അത് കമ്മീഷണറോടാണ് ചോദിക്കേണ്ടത് എന്നൊരു മറുപടിയാണ് നൽകിയിരിക്കുന്നത്. അതുകൂടാതെ SFI പ്രവർത്തകർ വിറളി പൂണ്ട് ഇരിക്കുകയാണ് എന്നും ഗവർണർ വ്യക്തമാക്കുകയായിരുന്നു. ഇതിനുശേഷം ഗവർണർ മടങ്ങുകയും ചെയ്തു. अरे कोई बात नहीं, आप परेशान मत हो. हाँ, पूछो. Sir, please, sir. Huge protest going on. So what you want me to do? Sir, even with a huge protest, police arrested 0 SFI persons right now from the university campus. So what? Sir, do you? No, what is my role? Why you are asking this question to me? Go and ask the police commissioner. How do I know? I am addressing a meeting. Yes, sir, but that was. You are not interested. Sir, Please listen to me now. You have asked the question. You are not interested in an academic seminar. The number of people who are attending. You are always interested in disruptive activity. Yes, you are. do you know what the reason of protest? They are frustrated. What the reason of protest? എന്തായാലും SFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തില്ല എന്നതാണ് ഏറെ വിരോധാഭാസമായ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്. അതുകൂടാതെ പോലീസ് ഈ കവാടം അടച്ചുകൊണ്ട് പ്രതിരോധം തീർത്തുവെങ്കിലും അത് ചാടിക്കടന്നുകൊണ്ട് ആ പ്രതിരോധ വലയം ഭേദിച്ചുകൊണ്ട് SFI പ്രവർത്തകർ ഉള്ളിലേക്ക് കടന്നു എന്നതാണ് മറ്റൊരു വിരോധാഭാസമായ കാര്യമെന്ന് പറയുന്നത്. എന്തായാലും 2 വട്ടം ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ടും SFI പ്രവർത്തകരെ ഈ ഒരു പ്രതിഷേധത്തിൽ നിന്നും മടങ്ങി പോവുകയായിരുന്നു ഏറ്റവും അവസാനം ചെയ്തത്. ഇപ്പോൾ ഗവർണറും ഈ പരിപാടി കഴിഞ്ഞതിനെ തുടർന്ന് മടങ്ങിയിരിക്കുകയാണ്. ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.